السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു ഈ വെള്ളിയാഴ്ച ദിവസം നാം ഒരുമിച്ച് കൂടിയതിനും സന്തോഷത്തിനും റാഹത്തിലും നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരോടൊക്കെ ഒപ്പം ചേർന്ന് സ്വർഗത്തിലെത്തിപ്പെടാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ഏൽപ്പിച്ച രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹുവിന്റെ ഉദ്ദേശങ്ങൾ, അതുപോലെ രോഗികൾക്ക് ഷിഫാ എല്ലാം അനുഗ്രഹിച്ചു നൽകട്ടെ. ആമീൻ. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും കരളലിയിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും ഇരുത്തി ചിന്തിപ്പിക്കുന്നതുമൊക്കെയാണ്. നമ്മുടെ സഹോദരങ്ങൾ വർഷങ്ങളായിട്ട് ഉപരോധത്തിലാണ്. ഒരാവർത്തി ഈ വിഷയം നമ്മൾ ജുമുഅക്ക് മുമ്പ് കൈകാര്യം ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ ഗൗരവം ചോർന്നു പോകരുത് എന്ന നിലയ്ക്ക് ഒരു ഉണർത്തുപാട്ടാണ് ഈ സംസാരം. ചെറിയൊരു പെൺകുട്ടി ചാനലുകാരോട് പറയുന്നത്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞങ്ങൾ എത്തിപ്പെട്ടാൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ പരാതി പറഞ്ഞിരിക്കും. ആ നിങ്ങൾ എന്ന അഭിസംബോധന കമ്പളക്കാട്ടുകാരായ നാം ഓരോരുത്തരിലേക്കും ചൂണ്ടുന്നതാണ്. അത്രമേൽ അവർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പട്ടിണി മരണങ്ങൾ ഓരോ ദിവസവും നൂറുകണക്കിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ഒരു ചരടിൽ ചേർന്ന് നിൽക്കുന്ന ആളുകൾ എന്ന നിലക്ക് ഇതൊരു പ്രസംഗത്തിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കുറിച്ചിടുന്നത് കൊണ്ടോ നമ്മുടെ ഉത്തരവാദിത്തം തീർന്നു എന്ന് കരുതാൻ വയ്യ. അതിനപ്പുറം അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഹാഷ്ടാഗുകളോ മറ്റോ ഒന്നുമല്ല. ആത്മാർത്ഥമായി നിങ്ങൾ സ്വതക്ക കൊണ്ട് സഹായിക്കണം. ആത്മാർത്ഥമായി നിങ്ങളുടെ ഉള്ളൊരുകുന്ന ദുആകളിൽ ഞങ്ങളെ പങ്കുചേർക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, തവക്കുൽ എന്ന ഒന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട മാതാവിലൂടെ കൃത്യമായി നമ്മൾ പഠിച്ചതാണ്. ഒരാവർത്തി ആ വിഷയം ഇവിടെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സൂചന മാത്രം നൽകുകയാണ്. അന്ന് ആൺകുട്ടി ജനിക്കുമ്പോൾ ആ ആൺകുട്ടികളെ മൊത്തം കൊന്നൊടുക്കാൻ വേണ്ടി ഫിർഔൻ കൽപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 70,000-ഓളം വരുന്ന ആൺകുഞ്ഞുങ്ങളെ അദ്ദേഹം ക്രൂരമായി നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയുണ്ടായി. ആ സമയത്താണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മവും. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിൽ വെപ്പാട്ടിയായി നിന്നിരുന്ന പെണ്ണ് എല്ലാ അർത്ഥത്തിലും ഒറ്റുകൊടുക്കേണ്ടുന്ന ചാരപ്പണി എടുക്കേണ്ടുന്ന ആളായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആ കുഞ്ഞിനോട് ദയ കാണിച്ചു. ആളുകളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി വീട് അരിച്ചു പെറുക്കുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന കുഞ്ഞുകുട്ടിയെ അടുപ്പിൽ പൂഴ്ത്തി അല്ലെങ്കിൽ അടുപ്പിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു രംഗം പോലും ഉണ്ടായി. പിന്നീട് ഈ കുട്ടിക്ക് ഒരു കാരണവശാലും തങ്ങളുടെ സംരക്ഷണത്തിൽ കഴിയാൻ അല്ലെങ്കിൽ വളരാൻ സാധിക്കൂല എന്ന് കണ്ടപ്പോൾ ആ ഉമ്മ തന്നെയാണ് നൈൽ നദിയിൽ ഒരു പെട്ടിയിൽ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് വലിച്ചെറിയുന്നത്. പിന്നീട് ആ പെട്ടി ഏതൊരു കരങ്ങളാണോ ഏതൊരു നാക്കാണോ തനിക്കെതിരെ അല്ലെങ്കിൽ ആൺകുട്ടികൾക്കെതിരെ ശബ്ദിക്കുന്നത്, അതേ ആളിന്റെ ഭാര്യയുടെ കരങ്ങളിലേക്കാണ് പിന്നീട് ആ പെട്ടി എത്തിച്ചേരുന്നതും സംരക്ഷിക്കപ്പെടുന്നതും ഒക്കെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് തവക്കുലിന്റെ ഭാഗമാണ്. ബനു ഇസ്രായേലുകാരിൽ ഇതിന് സമാനമായ ഒരു സംഭവം നടക്കുന്നുണ്ട്. ബനു ഇസ്രായേലിന്റെ കഥ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂസാ നബിയുടെ ഈ ചരിത്രം പറഞ്ഞു. അതോടൊപ്പം തന്നെ ബനു ഇസ്രായേലിലെ മറ്റൊരാളുടെ ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രം ഇങ്ങനെയാണ്: ഒരാൾ മറ്റൊരാളിൽ നിന്നും 1000 ദീനാർ കടം ചോദിച്ചു. എന്ന് തരും എന്ന് ചോദിച്ചു. ഞാൻ എത്രയും വേഗം തിരിച്ചു തരാം എന്ന് പറഞ്ഞൊരു ഡേറ്റും പറഞ്ഞു. 1000 ദീനാറും കൊണ്ട് അദ്ദേഹം കടൽ കടന്നു. എന്നാൽ 1000 ദീനാർ തിരിച്ചു കൊടുക്കേണ്ടുന്ന സമയമായപ്പോ അദ്ദേഹം തന്നാലാവുന്നത് ചെയ്ത് ആ ആളിലേക്ക് ആ 1000 ദീനാർ എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ കപ്പൽ കിട്ടാതെ വന്നു. അവസാനം ആ മനുഷ്യൻ തന്റെ മുമ്പിൽ കണ്ട ഒരു മരപ്പലക, ആ മരപ്പലക എടുത്തതിന് ദ്വാരമുണ്ടാക്കിയിട്ട് ആ ദ്വാരത്തിൽ 1000 ദീനാറും ഒരു ചെറിയ കഷ്ണം എഴുത്തും എഴുതിയിട്ട് ആ ദ്വാരത്തിൽ വെച്ചിട്ട് അത് മൂടുകയാണ്. എന്നിട്ടത് കടലിലെറിഞ്ഞു.
വലിയ പ്രതീക്ഷയോടെയാണ് അത് കടലിലെറിഞ്ഞത്. ഏതെങ്കിലും അർത്ഥത്തിൽ അത് ആ മനുഷ്യനിലേക്ക് എത്തിച്ചേരുമെന്നത്. കാരണം അദ്ദേഹം 1000 ദിനാറ് വാങ്ങുന്ന നേരത്ത് ഇയാൾ ചോദിച്ചിരുന്നു, ആരാണ് ഇതിന് ജാമ്യക്കാരൻ? വകഫാ ബില്ലാഹി കഫീല, അള്ളാഹു കൊണ്ട് ജാമ്യക്കാരനായിട്ട്. ആരാണ് ഇതിന് സാക്ഷി എന്ന് ചോദിക്കുമ്പോ വകഫാ ബില്ലാഹി ഷഹീദ, അള്ളാഹു ഇതിന് സാക്ഷിയുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ എന്ന അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടാണ് അദ്ദേഹം ആ 1000 ദിനാറ് കൊടുത്തിരുന്നത്. പറഞ്ഞു വന്നത്, 1000 ദിനാർ ഒരു മരപ്പലകയിൽ ദ്വാരമുണ്ടാക്കി അതിൽ ഭദ്രമായി ഒട്ടിച്ചു വെച്ചു കടലിലേക്ക് എറിഞ്ഞു. അല്പം ദിവസങ്ങൾക്കകം ആ മരപ്പലക ഇദ്ദേഹത്തിന്റെ അടുക്കലെത്തുന്നു, അദ്ദേഹത്തിന് തന്നെ കിട്ടുന്നു. ഏറ്റവും വലിയ തത്വമാണ് ഈ പറയുന്നത്. ആരാണോ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് അവൻ അള്ളാഹു മാത്രം മതിയാകും. അതിന് ഇടയാളന്മാർ വേണ്ടി വരൂല, അല്ലെങ്കിൽ അതിനെ മധ്യസ്ഥന്മാരായിട്ട് വേറെ ആരും വേണ്ടി വരൂല. ഏതായാലും അദ്ദേഹത്തിലേക്ക് അതെത്തി. ഇതിനെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഈജിപ്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള സാറ എന്ന ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ സാറ എന്ന സഹോദരി. പാതിരാത്രിയിൽ അവളെ അലട്ടിയിരുന്നത് ഗസയിലെ എല്ലുന്തിയ മനുഷ്യ കുഞ്ഞുങ്ങളുടെ കോലങ്ങളും തന്നെ തളർത്തുന്ന വിധത്തിലുള്ള പാവപ്പെട്ടവർ മരിച്ചു വീഴുന്ന രംഗവുമാണ്. ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തന്നെ കൊണ്ടാവുന്നതെന്തോ അതെത്രയും പെട്ടെന്നും താൻ ചെയ്യണമെന്നോർത്ത് നേരം പുലർന്നപ്പോ ഒരു കുപ്പിയെടുത്ത് അതിൽ ഇച്ചിരി ധാന്യം നിറച്ച് ടോപ്പ് നന്നായിട്ട് മുറുക്കി, എന്നിട്ട് അതിൽ എഴുത്തും എഴുതിയിട്ട് ഒരു നമ്പരും കുറിച്ചിട്ടിട്ട് നൈൽ നദിയിലേക്ക് എറിഞ്ഞിട്ട് പ്രതീക്ഷയോടെ ഇത് എന്നെങ്കിലും ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് കിട്ടട്ടെ എന്ന പ്രത്യാശയോടെ എറിഞ്ഞു പോലും. സോഷ്യൽ മീഡിയയിൽ ഈ ആഴ്ചയിൽ തരംഗമായിരുന്ന വാർത്തയായിരുന്നു അത്. 3 ദിവസങ്ങൾക്കപ്പുറം ഇതിന് സമാനമായിട്ട് പലരും ഇത് ഏറ്റുപിടിച്ചു. അതൊരു ക്യാമ്പയിന്റെ ഭാഗമായി. ആ ക്യാമ്പയിൻ എല്ലാവരും ഈജിപ്ഷ്യൻ ആളുകൾ ഏറ്റെടുത്തു. അങ്ങനെ ആ കുപ്പിയിലൂടെ ഇവർ ധാന്യവും അതുപോലെ തന്നെ പരിപ്പും ഒക്കെ നിറച്ചിട്ട് പേരും മറ്റും ഒക്കെ എഴുതിവിട്ടു. 3 ദിവസങ്ങൾക്കപ്പുറം ഗസയുടെ കടൽ തീരത്ത് തടഞ്ഞു. അവർക്കത് ആശ്വാസത്തിന്റെ വെളിച്ചമായിരുന്നു, അല്ലെങ്കിൽ തുരുത്തായിരുന്നു. ആ നിലക്കത് അവർ കിട്ടുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, അല്ലാഹുവിൽ ആരെങ്കിലും ഭരമേൽപ്പിച്ചാൽ എത്രയോ മൈലുകൾക്കപ്പുറത്ത് കടൽ തുരുത്ത് കടന്ന് അപ്പുറത്തേക്ക് ചെന്ന് ഇത് വേണ്ടപ്പെട്ടവരിലേക്ക് കൈകളിലേക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഗസയുടെ പേരിൽ ഏതെങ്കിലും 2 റാലി സംഘടിപ്പിച്ചത് കൊണ്ടോ അതല്ലെങ്കിൽ ഫേസ്ബുക്കിലോ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ എന്തെങ്കിലും എഴുതിയത് കൊണ്ടോ ആവില്ല. നേരെ മറിച്ച് പല ആവർത്തി ഈ മിമ്പറിൽ അല്ലെങ്കിൽ ഈ മിഹ്റാബിൽ പറയപ്പെട്ട ഒരു വാക്യമാണ്. മുഅ്മിനിന്റെ എക്കാലത്തെയും ആയുധം എന്ന് പറയുന്നത്, മുഅ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് ദുആ ആണ്. അത് കൂടെ കൂടെ ഉണ്ടാകണം. ഇമാം ദുആയിരക്കുമ്പോ ആമീൻ പറഞ്ഞു പോകലല്ല, അതിനപ്പുറം ഓരോരുത്തരുടെയും ഉള്ളുരുകി അങ്ങനെയുള്ള ദുആ ചെയ്യാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇന്നല്ലാഹ അസ്സ വജല്ല യൗമൽ ഖിയാമ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖിയാമത്തിന്റെ നേരം വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന ഒരു നേരത്ത് ഇങ്ങനെ ചോദിക്കുമത്രേ, യബ്ന ആദം, മനുഷ്യ, മരിദ്തു ഫലം തഉദ്നി, ഞാൻ രോഗിയായിരുന്നല്ലോ, എന്തേ എന്നെ സന്ദർശിക്കാതിരുന്നു എന്ന് അള്ളാഹു നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ എത്ര മരിദ്തു ഫലം തഉദ്നി ഖാല യാ റബ്ബ്. അപ്പൊ മനുഷ്യൻ തിരിച്ചു ചോദിക്കും, കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ, എങ്ങനെയാണ് റബ്ബ് നീ രോഗിയായാൽ നിന്നെ കാണാൻ കഴിയുക? നീ സർവ്വലോകങ്ങളുടെയും റബ്ബല്ലേ? ഖാല അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിദ ഫലം തഉദുഹു, എടാ എന്റെ അടിമകളിൽ ഒരുത്തൻ വേദനിച്ചപ്പോ അല്ലെങ്കിൽ അവൻ രോഗിയായിരുന്നപ്പോ നീ എന്തുകൊണ്ട് അവനെ സന്ദർശിച്ചില്ല? അമാ അലിംത അന്നക ലൗ ഉദ്തഹു ലവജതനി ഇൻദഹു, നീ എങ്ങാനും ആ രോഗിയെ സന്ദർശിച്ചിരുന്നെങ്കിൽ അവന്റെ സാമീപ്യം എന്നെ കിട്ടുമായിരുന്നു, എന്നെ എത്തിക്കുമായിരുന്നു, എന്നെ കാണാമായിരുന്നു. യബ്ന ആദം, മനുഷ്യ, ഇസ്തത്അംതുക ഫലം തുത്ഇംനി, നിന്നോട് ഞാൻ ഭക്ഷണം യാചിച്ചിരുന്നു, പക്ഷെ നീ എനിക്ക് ഭക്ഷണം തന്നില്ല. ഖാല യാ റബ്ബ്, റബ്ബേ, വകൈഫ ഉത്ഇമുക വഅൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ അല്ലേ, നിനക്ക് ഞാൻ എങ്ങനെ ഭക്ഷണം തരാനാണ്? അല്ലാഹു പറയുമത്രേ, അമാ അലിംത അന്നഹു ഇസ്തത്അമക അബ്ദി ഫുലാൻ, ഗസയിലെ ഓരോ എല്ലുന്തിയ കുഞ്ഞു കോലങ്ങളും നിങ്ങളോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം തരൂ, ഭക്ഷണം തരൂ. നമ്മുടെ ഖുത്ബയിലെ എന്നെ വല്ലാതെ എഴുതാൻ പ്രേരിപ്പിച്ചൊരു വർത്തമാനമുണ്ട്. വിശപ്പ് ഞങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു. വല്ലാത്ത വർത്തമാനം, ഒരു വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വർത്തമാനം. അതിന്ന് ഖുത്ബയിൽ ഉൾപ്പെടുത്തിയ ഒരു വാചകം കൂടെയാണ്. ആ നിലക്ക് ഗസയിലെ ഓരോ കുട്ടികളും ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം തരൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് തിരിച്ചു ചോദിക്കും, നിനക്ക് എങ്ങനെ ഭക്ഷണം തരും?
അമാ അലിംത അന്നഹു ഇസ്തത്അമക അബ്ദി ഫുലാൻ ഫലം തുത്ഇംഹു. എന്റെ അടിമ നിന്നോട് ഭക്ഷണം ചോദിച്ചപ്പോ നീ എന്തേ ഭക്ഷണം കൊടുക്കാതിരുന്നത്? അന്നേരം പറയും അമാ അലിംത അന്നക ലൗ അത്അംതഹു ലവജദത ദാലിക ഇൻദി. അവനെങ്ങാനും നീ ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ അവന്റെ അടുക്കൽ അവന്റെ സാമീപ്യം എന്നെ നിനക്ക് കാണാമായിരുന്നു, ദർശിക്കാമായിരുന്നു. വീണ്ടും അല്ലാഹു ചോദിക്കും, ഇബ്നു ആദം, ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചപ്പോ എന്തേ വെള്ളം തരാതിരുന്നത്? റബ്ബേ, നിനക്ക് വെള്ളം വേണ്ടിയിരുന്നോ? വേണമെങ്കിൽ തന്നെ എങ്ങനെ തരാനാ? അപ്പോ വീണ്ടും അല്ലാഹു പറയും, എന്റെ അടിമ വെള്ളത്തിന് ദാഹിച്ച സമയം നീ അവന് വെള്ളം കൊടുത്തിരുന്നെങ്കിൽ അവന്റെ സാമീപ്യം എന്നെ കാണാൻ കഴിയുമായിരുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമത്രേ. ഈ ചോദ്യത്തിനൊക്കെയും ഉത്തരം കണ്ടിട്ടല്ലാതെ ലാ യസൂലു ഖദമ അബ്ദിൻ, മനുഷ്യന്റെ രണ്ട് കാലുകൾ ഒരു നിലക്കും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാലല്ലാതെ, അതിന് ഉത്തരം ചെയ്യാൻ കഴിഞ്ഞാലല്ലാതെ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയൂല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. മഹാനായ ആത്തിമുൽ അസം റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോവുകയാണ്. അദ്ദേഹത്തിന്റെ മക്കൾ കരഞ്ഞു, വല്ലാതെ വിഷമത്തിലാണ്. കാരണം വീട്ടിലൊന്നുമില്ല. എല്ലാ മക്കളും കരഞ്ഞപ്പോ ചെറിയ കുഞ്ഞു മോളുണ്ട്. ആ മോള് പറഞ്ഞു, വാപ്പ പോയിക്കോളി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. വാപ്പ പോയി. വീട്ടിലാകെ പട്ടിണിയാണ്. പ്രയാസം സഹിക്ക വയ്യാതെ വന്നപ്പോ എല്ലാ മക്കളും ചേർന്ന് ചെറിയ മകളുടെ നേർക്ക്, നീയാണ് ഒറ്റ കാര്യം, നീ ഒറ്റ കാരണത്താലാണ് വാപ്പ പോയതും ഇങ്ങനെ പട്ടിണി കിടക്കേണ്ടി വന്നതും എന്ന് ഏതായാലും കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവർ റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നീ എന്നെ നാണം കെടുത്തരുതേ എന്നായിരുന്നു ആ കുഞ്ഞുമകൾ പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ ലാ തുഖ്ജിൽനി ബൈനഹും ഫമറ ബിഹിം അമീറുൽ ബലദ് ഫഖാല ലിബഅദി അസ്ഹാബിഹി ഉത്ലുബ് ലി മാ ഫനാവലഹു അഖ്ലു ഹാതം കൗസൻ ജദീദൻ വമാഅൻ ബാരിദൻ ഫശ്രിബ്. ഏതായാലും ഞാൻ അത് ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും ഈ കുഞ്ഞുമകൾ, പടച്ചോനെ, എന്റെ സഹോദരങ്ങൾക്കിടയിൽ, എന്റെ സിബ്ലിങ്സിനിടയിൽ നീ നാണം കെടുത്തല്ലേ എന്ന് ദുആ ചെയ്തതിൽ പിന്നെ അവിടുത്തെ അമീർ എന്തോ ഒരർത്ഥത്തിൽ ഇവർക്ക് വേണ്ടുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിച്ചു കൊടുത്തു എന്ന് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി ദുആയിരക്കുക. എത്രയോ ആളുകൾ അബൂ ഉബാദ എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട അവിടുത്തെ നേതാവ് നമ്മളോട് വിളിച്ചു പറയുന്നത്, വരും ആഴ്ചകളിലും മണിക്കൂറുകളിലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം ആ ഗസയിലെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന രംഗം കാണേണ്ടി വരും. യാ ഉമ്മത്തൽ ഇസ്ലാം, ഇസ്ലാമിക സമൂഹമേ, നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. പ്രാർത്ഥനയിൽ, ഉരുകുന്ന പ്രാർത്ഥനയിൽ അവരെ കൂടെ ചേർക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.